ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോരിൻസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനും വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാം എന്ന ഒരു എക്സസൈസ് വീഡിയോ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡുകൾ, ദാറ്റ് മീൻസ് RCl, RBr, RI പോലുള്ള ആൽക്കൈൽ ഹാലൈഡുകൾ മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മെറ്റൽ ബോണ്ട് ഉണ്ടാവാറുണ്ട്. അത്തരം കാർബൺ മെറ്റൽ ബോണ്ട് ഉണ്ടാക്കുന്ന കോമ്പൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ടെക്നിക്കുമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, അതിനൊരു എക്സാമ്പിളാണ് CH3MgCl, ദാറ്റ് മീൻസ് മീത്തൈൽ മാഗ്നീഷ്യം ക്ലോറൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ്, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, മാഗ്നീഷ്യവുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കൈൽ മാഗ്നീഷ്യം ഹാലൈഡ്, ദാറ്റ് മീൻസ് CH3MgCl മീത്തൈൽ മാഗ്നീഷ്യം ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ. ക്ലോറോബെൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ക്ലോറോബെൻസിൻ എന്നുള്ളത് വളരെ വൃത്തിക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നോക്ക്, ബെൻസിൻ്റെ മുകളിൽ ഒരു ക്ലോറിൻ ഉണ്ട്, ഈച്ച് ആൻഡ് എവരി കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പക്ഷെ നമ്മൾ സാധാരണ എഴുതാറില്ല. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ പ്രകാരം നമ്മൾ ഹൈഡ്രജനെ റെപ്രസെൻറ്റ് ചെയ്യാറില്ല. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാർബണേക്കാൾ മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ല ഹൈഡ്രജൻ, സ്ലൈറ്റ് ഇലക്ട്രോ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ്, ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവാണ് വരിക. ഇനി ഇവിടുന്ന് ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് വേണം അവിടേക്ക് മറ്റൊരു സ്പീഷീസ് ആഡ് ചെയ്യാൻ. അങ്ങനെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ H+ ആയിട്ടാണ് റിമൂവ് ചെയ്യുക, കാരണം കാർബൺ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ കാർബൺ ഹോൾഡ് ചെയ്യുകയും H+ ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുക. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ നോക്കേ, ഇനിയിപ്പോൾ ക്ലോറോബെൻസിൻ, ഈ ക്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്, സത്യം തന്നെയാണ്. പക്ഷേ അറ്റ് ദ ടൈം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലോറിൻ ക്യാൻ ആക്ട് ആസ് എ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ഇവിടെ ലോൺ പെയർ ഉള്ളത് കാരണം ക്ലോറിൻ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ റിങ്ങിലേക്ക് കൊടുക്കും. റിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ദാറ്റ് മീൻസ് ഓർത്തോ പൊസിഷനിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരും. ഇനി ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് പാരാസൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ഓർത്തോ സൈറ്റിലും അതേപോലെ തന്നെ പാരാസൈറ്റിലും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഹോൾഡ് ചെയ്യും. ഇനി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ക്ലോറിൻ ഇൻകമ്മിങ് ഇലക്ട്രോഫൈലിനെ ഒന്നുകിൽ അതിൻ്റെ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്കാണ് ഡിറക്റ്റ് ചെയ്യുക. ഇതതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് സംസാരിച്ചു തന്നില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്ക്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നോക്കിനി. ക്ലോറോബെൻസിൻ ഈ അൺഹൈഡ്രസ് AlCl3 CH3Cl റിയാക്ട് ചെയ്താൽ ഈ AlCl3 പിടിച്ചു വലിക്കും, കാരണം AlCl3 ഈസ് എ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. അപ്പോൾ Cl4- ആയിട്ട് AlCl4- ആയിട്ട് മാറും, CH3+ ഉണ്ടാവും. ഈ CH3+നെ ക്ലോറിൻ ഇൻകമ്മിങ് ഇലക്ട്രോഫൈലിനെ ക്ലോറിൻ അതിൻ്റെ ഒന്നുകിൽ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഓർത്തോക്ലോറോടൊളീൻ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പാരാക്ലോറോടൊളീനാണ് പ്രൊഡ്യൂസ് ചെയ്യുക. 2 എക്സാമ്പിൾ അല്ലേ ചോദിച്ചത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നൈട്രേഷൻ, ക്ലോറോബെൻസിലേക്ക് നൈട്രേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3യുടെയും കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ ഒരു മിക്സാണ് എടുക്കുന്നതെങ്കിൽ നോക്ക്, ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ആസിഡായിട്ടും നൈട്രിക് ആസിഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ H+ ഇവിടുത്തെ OH- കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് റിമൂവ് ചെയ്യും. ഇനി ഈ ക്ലോറോബെൻസിലേക്ക് ഇവിടുത്തെ NO2+ അതൊന്നുകിൽ അതിൻ്റെ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. അപ്പോൾ ഓർത്തോനൈട്രോക്ലോറോബെൻസിനും പാരാനൈട്രോക്ലോറോബെൻസിനുമാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇതാണ് 2 എക്സാമ്പിൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുള്ള എക്സാമ്പിൾ. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ക്ലോറോബെൻസിൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് എന്നൊന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ, ബ്രോമോ ഈഥേനെ ആൽക്കഹോളിക് AOHുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആൽക്കഹോളിക് AOH ഈസ് കൺസിഡേർഡ് ആസ് എ ബീറ്റാ ഡീഹൈഡ്രോ ഹാലജനേറ്റിംഗ് ഏജൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ C2H5OH KOHുമായിട്ട് കമ്പൈൻ ചെയ്യുക, ദാറ്റ് മീൻസ് ആൽക്കഹോളിക് AOH അല്ലേ. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സാധാരണ എത്തനോളാണ് വരിക. ആ എത്തനോളും KOHും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക് പൊട്ടാസ്യം ആൽക്കോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഇയാളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ബേസായിട്ട് ആക്ട് ചെയ്യും. എന്തുകൊണ്ട് ബേസായിട്ട് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ നോക്കേ, ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണില്ലേ, ഇതിനെയാണ് നമ്മൾ ആൽഫ കാർബൺ, ഒന്നാമത്തെ കാർബൺ. അതിൻ്റെ തൊട്ടടുത്ത കാർബണ് നമ്മൾ ബീറ്റാ കാർബൺ എന്ന് വിളിക്കും. ഈ ബീറ്റാ കാർബണിന് ഹൈഡ്രജനെയും
ആൽഫ കാർബണിന് ഹാലജനെയും ഇത് പിടിച്ചു വലിക്കും. ഈ ഹാലജനെ പിടിച്ചു വലിക്കുന്നത് K+ഉം ഈ ഹൈഡ്രജനെ പിടിച്ചു വലിക്കുന്നത് C2H5O- ആയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നോക്ക്, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രോമോ ഇത്തൈനെ ആൽക്കഹോളിക് KOH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ വഴി ആൽക്കീൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതിൻ്റെ കൂടെ C2H5OH KBr ഉണ്ടാവും. ദാറ്റ് മീൻസ് C2H5O- ഇവിടുത്തെ H+നെയും K+ ഇവിടുത്തെ Br- കമ്പൈൻ ചെയ്ത് KBr ആയിട്ട് മാറുകയും ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കേ. ഹൗ ആർ ദ ഫോളോയിങ് കോമ്പൗണ്ട് ആർ ഒബ്റ്റെയിൻ ഫ്രം ആൽക്കൈൽ ഹാലൈഡ്? ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്? ഇവിടെ തന്ന ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് CH3CH2Br ആണ്. ക്ലിയർ? ഓരോന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക്. നോക്കേ, CH3CH2Brനെ ആൽക്കഹോളിക് KOH വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഡീഹൈഡ്രോ ഹാലജനേഷൻ വഴി, ദാറ്റ് മീൻസ് ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാർബൺ ആൽഫ, രണ്ടാമത്തെ കാർബൺ ബീറ്റ, രണ്ടാമത്തെ സൈറ്റിൽ നിന്ന് ഒരു ഹൈഡ്രജനും ഒന്നാമത്തെ സൈറ്റിൽ നിന്ന് ഹാലജനും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നോക്ക്, എത്തീൻ കിട്ടിയില്ലേ? ഇനി എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യണം. എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്ക്, ഇത് ഈത്തൈൽ ബ്രോമൈഡാണ്. എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടുത്തെ ബ്രോമിനെ മാറ്റിയിട്ട് അവിടെ ആര് വരണം? OH ഗ്രൂപ്പ് വരണം. അങ്ങനെ OH ഗ്രൂപ്പ് വരാൻ അക്വസ് KOH വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വഴി, ദാറ്റ് മീൻസ് Br- മാറ്റിയിട്ട് OH- ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ നോക്ക്, എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്തില്ലേ? മൂന്നാമത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ബ്യൂട്ടേനാണ്. ബ്യൂട്ടേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വുഡ്സ് റിയാക്ഷൻ വെച്ചാൽ മതി. നോക്ക്, 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക, ഇൻ പ്രസൻസ് ഓഫ് 2 ഇക്വലന്റ് സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. അങ്ങനെ വരുമ്പോൾ നോക്ക്, ബ്യൂട്ടേൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, വുഡ്സ് റിയാക്ഷൻ. ഇനി നാലാമത് പറഞ്ഞത് ഈത്തറാണ്. അതിനുവേണ്ടി നോക്ക്, CH3CH2Brനെ സോഡിയം ആൽക്കോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ആൽക്കോക്സൈഡ് അയോൺ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് ഉണ്ട്, ഇവിടെ സ്ലൈറ്റ് പോസിറ്റീവ് ഉണ്ട്. കാരണം ബ്രോമിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയത് കാരണം സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ O- ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, ന്യൂക്ലിയോഫൈൽ അല്ലേ. അപ്പോൾ ഈ Br- ഇവിടുന്ന് റിമൂവ് ചെയ്ത് പോകും. ആ Br- റിമൂവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ CH3CH2O CH2CH3. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് വില്യംസൺ സിന്തസിസ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഈതർ ഫ്രം പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, വില്യംസൺസ് സിന്തസിസ്. ക്ലിയർ അല്ലേ? അപ്പോൾ 4 ഡിഫറെൻറ്റ് കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. SN1 റിയാക്ഷനും SN2 റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണി മോളിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഓൺലി. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനായി. എന്നാൽ SN2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. കാരണം ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. നമുക്കറിയാലോ, ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേം റേസ്ഡ് ഇൻ റേറ്റ് ലോ ഇക്വേഷൻ അല്ലേ? ഇതല്ലേ റേറ്റ് ലോ ഇക്വേഷൻ? ഇവിടെ 1, ഇവിടെ 1, 1 + 1 = 2. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഓർഡർ ഫോളോ ചെയ്യുന്നു. ഇനി നോക്കേ, 2 ഡിഫറൻസ് അല്ലേ ചോദിച്ചത്? ഈ SN1 ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോണാണ്, അതേസമയത്ത് SN2 ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഈ 2 ഡിഫറൻസ്, കുറേ ഡിഫറൻസുകൾ നമുക്ക് സംസാരിക്കാം. 2 ഡിഫറൻസ് ചോദിച്ചതുകൊണ്ട് 2 ഡിഫറൻസ് മാത്രം നമ്മൾ പറഞ്ഞു വെച്ചു. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് ഫ്രം ആൽക്കഹോൾ SOCl2 ഈസ് പ്രിഫേർഡ്. ആൽക്കൈൽ ക്ലോറൈഡ് ആൽക്കഹോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ SOCl2 എന്ന് പറഞ്ഞ റിയേജൻ്റ് ആണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. അതിന് കാരണം എന്തെന്നാണ് ചോദിച്ചത്? നമ്മൾ നോക്കാം, ഒരു ആൽക്കഹോൾ എടുത്തു, SOCl2 എടുത്ത് വെച്ച് ട്രീറ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടാവുന്നത് നോക്ക്, CH3CH2Cl. ദാറ്റ് മീൻസ് OH റീപ്ലേസ് ചെയ്തുകൊണ്ട് Cl വരും. കാരണം SOCl2 ഈസ് കൺസിഡേർഡ് ആസ് എ ഹാലജനേറ്റിംഗ് ഏജൻറ്റ്. കൂടെ ഉണ്ടാവുന്നത് നോക്ക്, SO2 HCl. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ SO2 HCl ഗേഷ്യസ് സൈഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗേഷ്യസ് സൈഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് SOCl2 ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് റിയേജൻറ്റ് ഫോർ കൺവേർട്ടിംഗ് ആൽക്കഹോൾ ടു കറസ്പോണ്ടിങ് ആൽക്കൈൽ ക്ലോറൈഡ്. ക്ലിയർ? Then among these, which one is chlorine containing insecticide? 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ക്ലോറിൻ കണ്ടെയ്നിങ് ഇൻസെക്ടിസൈഡ് എന്നാണ് ചോദിച്ചത്. അയോഡോഫോം എന്ന് പറഞ്ഞാൽ CHI3.
അത് ആൻറ്റിസെപ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യല്. നമ്മൾ മുറിവൊക്കെ പറ്റുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ അയഡോഫോം. ഡ്യൂ ടു ദ ലിബറേഷൻ ഓഫ് ഫ്രീ അയഡിൻ ഇറ്റ് ആക്ട് ആസ് എ ആൻറ്റിസെപ്റ്റിക് എന്നാണ് സാധാരണ സംസാരിക്കാറുള്ളത്. ഇനി ഫ്രിയോൺ എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ റെഫ്രിജറൻ്റ് ആയിട്ടാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഫോസ്റ്റിൻ ക്ലോറോഫോം എന്ന് പറയുന്ന സാധനം മൈൽഡ് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോസ്ജീൻ. ക്ലിയർ? ഈ ഫോസ്റ്റിൻ പോയ്സണാണ്. DDT രണ്ടാം ലോക മഹായുദ്ധത്തിൽ മലേറിയ പടർത്തിയിരുന്ന കൊതുകുകളെ കൊല്ലാൻ വേണ്ടി കണ്ടെത്തിയ കെമിക്കലാണ് DDT. അതാണ് യഥാർത്ഥത്തിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇൻസെക്ടിസൈഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഈ 4 കോമ്പൗണ്ടിൽ ഏതാണ് ഇൻസെക്ടിസൈഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അത് DDT ആണ്. ക്ലിയർ അല്ലേ? എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Chloroform stored in a dark colored bottle, completely filled up to the neck. Give the reason. ക്ലോറോഫോം എന്ന് പറയുന്ന കെമിക്കൽ ഡാർക്ക് ബോട്ടിലാണ് സൂക്ഷിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ അത് അതിൻ്റെ നെക്ക് വരെ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടാണ് അടച്ചു വെക്കുക. ക്ലിയർ? എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലോറോഫോം എയർ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോലും, എന്നുവെച്ചാൽ എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ പോലും ക്ലോറോഫോം COCl2 കാർബണൈൽ ക്ലോറൈഡ്, ദാറ്റ് മീൻസ് ഫോസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യും. അത് പോയിസൺ ആയിട്ട് മാറും. അതിനെ അവോയ്ഡ് ചെയ്യാനാണ് ക്ലോറോഫോം ഈസ് സ്ലോലി ഓക്സിഡൈസ്ഡ് ടു ഫോം ഫോസ്റ്റിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് സൺലൈറ്റ്. നോക്ക്, അപ്പോൾ ഡാർക്ക് ബോട്ടിൽ എടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും? സൺലൈറ്റ് ഹിറ്റ് ചെയ്യും. ഈ നെക്കിൻ്റെ അത്രയ്ക്കും ക്ലോറോഫോം എടുക്കാതെ നമ്മൾ കുറച്ച് താഴ്ത്തിയാണ് വെച്ചതെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? എയർ ഉണ്ടാവും. ഈ എയറും സൺലൈറ്റും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയ്സണസ് ആയിട്ടുള്ള ഫോസ്റ്റിനായിട്ട് മാറും. അത് മാറാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാർക്ക് കളേർഡ് ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചു വെക്കുന്നത്. അപ്പോൾ CHCl3 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് കാർബണൈൽ ക്ലോറൈഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫോസ്റ്റിൻ. ഫോസ്റ്റിൻ ഈസ് എ പോയ്സണസ് സബ്സ്റ്റൻസ്. ക്ലിയർ അല്ലേ? ദെൻ which among the following reaction alkyl halide produces isonitrile as a major product? ഇതിൽ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് HCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, AgCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, KCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, NaCNുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഐസോനൈട്രൈൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് B ആണ് ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കുക, RX AgCNുമായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. AgCNുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാലജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് സ്ലൈറ്റ് നെഗറ്റീവും ആൽക്കൈൽ ഗ്രൂപ്പ് സ്ലൈറ്റ് പോസിറ്റീവായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നോക്ക്, ഈ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ലോൺ പെയർ വന്ന് ആറിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സ് മൈനസ് ആയിട്ട് പോകും. ഈ എക്സ് മൈനസും ഏജിയും കമ്പൈൻ ചെയ്ത് AgX ആയിട്ട് മാറും. ഈ നൈട്രജൻ ആറുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അപ്പോൾ AgX RNC ഐസോനൈട്രൈൽ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. RX AgCNുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഐസോനൈട്രൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ വൃത്തിയായിട്ട് സംസാരിച്ചത്. ദെൻ ഓക്കെ, പാരാനൈട്രോടോളീനെ എങ്ങനെയാണ് ഓർത്തോബ്രോമോടോളീനാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ച ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക, പാരാനൈട്രോടോളീൻ എടുത്തു. ഈ പാരാനൈട്രോടോളീനെ NO2 ഗ്രൂപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കണം. എന്നിട്ട് ഓർത്തോസൈറ്റിൽ ഒരു ബ്രോമിൻ കൊണ്ടുവരണം. നമുക്കറിയാം CH3 ഈസ് ആൻ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് ഇറ്റ് ഡയറക്റ്റ് ഇൻകമിങ് ഇലക്ട്രോഫൈൽ ഐദർ ഇറ്റ് ഇൻ ടു മെറ്റാസൈറ്റ് ഓർ ഇറ്റ് ഇൻ ടു പാരസൈറ്റ്. ഇതിൻ്റെ പാരസൈറ്റ് ബ്ലോക്ക്ഡ് ആണ്. ഇത് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓർത്തോസൈറ്റിലേക്കാണ് വരിക. NO2 ഗ്രൂപ്പ് ഈസ് എ മെറ്റാ ഡിറക്റ്റിംഗ് ഗ്രൂപ്പ്. അതുകൊണ്ട് അത് അതിൻ്റെ മെറ്റാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യും. അപ്പോൾ നോക്കുക, NO2ൻ്റെ മെറ്റാസൈറ്റ് എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഇവിടേക്കൊരു ബ്രോമിനെ ആദ്യം കൊണ്ടുവരാണ് വേണ്ടത്. അപ്പോൾ ബ്രോമിനും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഓർത്തോസൈറ്റിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്യപ്പെടും. ഇനി ഇവിടുന്ന് NO2നെ റിമൂവ് ചെയ്താൽ മതി. NO2നെ റിമൂവ് ചെയ്യാൻ ആദ്യം തന്നെ ഇവിടെ എന്താക്കി മാറ്റുക? NH2 ആക്കി മാറ്റുക. ദാറ്റ് മീൻസ് NO2 NH2 ആക്കി മാറ്റാൻ ഓക്സിജൻ മാറിയിട്ട് ഹൈഡ്രജൻ വന്നാൽ മതി. ഓക്സിജൻ മാറിയിട്ട് ഹൈഡ്രജൻ വരുന്നതിനാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ടിൻ ഇൻ പ്രസൻസ് ഓഫ് HCl വെച്ച് ട്രീറ്റ് ചെയ്തു. ഇനി ഇതിനെ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തുക. NO2 ബാർ HCl at 0 to 5 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ടുണ്ടെങ്കിൽ NH2 N2Cl ആവും. N2Clനെ നമുക്ക് H3PO2 വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ N2Cl റിമൂവ് ആവും. ദാറ്റ് മീൻസ്
ഓർത്തോബ്രോമോട്ടോളിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം ബ്രോമിനെ കൊണ്ടുവന്നു, പിന്നെ NO2 ഒഴിവാക്കാൻ റിഡക്ഷൻ നടത്തി, ഡയസോട്ടൈസേഷൻ നടത്തി, H3PO2 വെച്ച് ഡയറക്റ്റായിട്ട് അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇനി അടുത്തത് നോക്കണേ, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ട്. ഇത് സൈക്ലോബ്യൂട്ടൈനാ, 1-chloroscyclobutaneആണിത്. ഇതിനെ KCnH2O/HCl ഹീറ്റിംഗ്, അതേപോലെ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആൻഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്, ഈ 4 സ്റ്റെപ്പുകളിൽ കടന്നു പോയാൽ എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ നോക്കുക. ആദ്യം നമ്മൾ 1-chloroscyclobutane എടുത്തു, അതിനെ നമ്മൾ KCN വെച്ച് ട്രീറ്റ് ചെയ്തു. KCN വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറിനെ മാറ്റിയിട്ട് അവിടെ സയനൈഡ് വരും. അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. സയനൈഡ് ഗ്രൂപ്പിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ സയനൈഡ് മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറി? കാർബോക്സിലിക് ആസിഡ്. ഈ കാർബോക്സിലിക് ആസിഡിനെ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. HVZ, ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ നടക്കും. ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആൽഫ ബ്രോമോ കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? ഇത് HVZ റിയാക്ഷൻ വേറൊരു ഫോർമാറ്റിൽ നിങ്ങളോട് ചോദിച്ചതാണ് കേട്ടോ. ഇനി നോക്കേ, എലിമിനേഷൻ റിയാക്ഷൻ ഓഫ് 2-bromopentane to pent2ene. 2-bromopentane pent2ene ആക്കി എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിലെ ഏതൊക്കെ സ്റ്റെപ്പുകളിൽ കൂടെയാണ് കടന്നു പോവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ബോർഡ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നീറ്റ് എൻട്രൻസിനും ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ അത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏതാ റിയാക്ഷൻ നോക്കുക? 2-bromopentane, ഇതല്ലേ 2-bromopentane. പെൻറ്റേൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 3 4 5 5 കാർബൺ ആറ്റുള്ളത്. രണ്ടാമത്തെ സൈറ്റിൽ ബ്രോമിൻ ഉണ്ട്, 2-bromopentane. ഈ 2-bromopentane നോക്കി, ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബണാണ് ആൽഫ. അത് അറ്റാച്ച് ചെയ്ത് രണ്ടാമത്തെ കാർബൺ ബീറ്റ, ഇവിടെയും ബീറ്റ, 2 ബീറ്റ ഉണ്ട്. ഇനി ഇതിനെ എലിമിനേഷൻ റിയാക്ഷനിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ആൽക്കഹോളിക് AOH ആണ് നമ്മൾ വെക്കുക. ആൽക്കഹോളിക് AOH വെക്കുമ്പോൾ ബീറ്റ സൈറ്റിൽ നിന്ന് ഹൈഡ്രജനും ആൽഫ സൈറ്റിൽ നിന്ന് ബ്രോമിനാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ബീറ്റ സൈറ്റ് ഉണ്ട്. ഏത് ബീറ്റ സൈറ്റിൽ നിന്നാണ് ഹൈഡ്രജൻ പോവുക? മോസ്റ്റ് ഹിൻഡേഡ് ബീറ്റ സൈറ്റ്. അപ്പോൾ നിങ്ങൾ അതിനെ സെപ്പറേറ്റ് എടുത്ത് എഴുതി. ഈ കാർബണിൽ 3 ഹൈഡ്രജനാണ്. ഈ കാർബണിൽ 2 ഹൈഡ്രജനും ഒരു CH3CH എന്ന ഗ്രൂപ്പും ഇവിടെ വലിയൊരു ഗ്രൂപ്പല്ലേ അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ഇതാണ് മോസ്റ്റ് ഹിൻഡേഡ് ബീറ്റ സൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഹൈഡ്രജനും ഇവിടുന്ന് ബ്രോമിനും പോകും. ഈ ഫോർമാറ്റിൽ. ക്ലിയർ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇതാണ് ആൽക്കീൻ. ഈ മോസ്റ്റ് ഹിൻഡേഡ് ബീറ്റ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സഫ് റൂൾ. 2 ബീറ്റ സൈറ്റ് വരികയാണെങ്കിൽ ഏത് ബീറ്റ സൈറ്റിൽ നിന്നാണ് റിമൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ മോസ്റ്റ് ഹിൻഡേഡ്, ഏറ്റവും കൂടുതൽ ചെറിയ ഹിൻഡ്രൻസ് ഉള്ള ഹൈഡ്രജനായിട്ടാണ് റിമൂവ് ചെയ്യുക. ആ റൂൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ ഈ എലിമിനേഷൻ റിയാക്ഷൻ നടന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു നോക്ക്. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടന്നത്. സെയ്റ്റ്സഫ് റൂളാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡീഹൈഡ്രോ ഹാലിജിനേഷൻ റിയാക്ഷൻ ആണ് നടന്നത്. അപ്പം 3 പോയിന്റുകളിൽ കൂടെ ഇത് കടന്നുപോയി. ദെർഫോർ ദ ആൻസർ ഈസ് A, B and C. ക്ലിയർ? ദെൻ അടുത്തത്, ഹൗ ക്യാൻ യു കൺവേർട്ട് അനിലിൻ ഇൻ ടു ക്ലോറോബെൻസിൻ? അനിലിനെ എങ്ങനെയാണ് ക്ലോറോബെൻസിനാക്കി മാറ്റുക? അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ NH2 ഗ്രൂപ്പ് ഉള്ളത്. NH2 ഗ്രൂപ്പ് ഉള്ളതിന് നമ്മൾ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ നടത്തി N2Cl ആക്കി മാറ്റി. ഈ N2Cl ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസിൻ ഡയസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റി. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ഈ ഡയസോണിയം ക്ലോറൈഡിനെ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ 2 രൂപത്തിൽ നമുക്ക് ക്ലോറോബെൻസിനാക്കി മാറ്റാൻ. ഞാൻ രണ്ടും പറയാം, നമുക്ക് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, പക്ഷേ രണ്ടും ഞാൻ പറയാം. നോക്ക്, ഇവിടെ HCl ഇൻ പ്രസൻസ് ഓഫ് CuCl, കുപ്രസ് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ക്ലോറോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് സാൻമേഴ്സ് റിയാക്ഷൻ. ഇനി HCl ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ പൗഡറാണ് യൂസ് ചെയ്തെങ്കിലും ക്ലോറോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ അപ്പോൾ അതിൻ്റെ പേര് ഗെറ്റർമാൻ റിയാക്ഷൻ എന്നുള്ളതാവും. ക്ലിയർ? നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് ആൻഡ് സജസ്റ്റ് വെദർ ദ റിയാക്ഷൻ ഈസ് SN1 ഓർ SN2. ഇതിൻ്റെ രണ്ട് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ ഇതിൻ്റെ പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യും വേണം, അതോടൊപ്പം തന്നെ SN1 ആണോ SN2 ആണോ എന്ന് പറയും വേണം. അക്വസ് NaOH വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിയേജൻറ്റ് പോളാർ മീഡിയത്തിലാണെങ്കിൽ റിയാക്ഷൻ ഷുഡ് ബി SN1 റിയാക്ഷൻ.
റിയേജൻ്റ് അക്വസ് മീഡിയത്തിലാണെങ്കിൽ പോളാർ പ്രോട്ടിക് മീഡിയത്തിലാണെങ്കിൽ അത് SN1 ആയിരിക്കും. ഇത് അക്വസ് NaOH ആണ്, പോളാറാണ്. അതുകൊണ്ട് ഇത് ഏതായിരിക്കും? SN1 റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്ക്, BR മാറ്റിയിട്ട് OH മൈനസ് വരും. എന്നിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ വരുന്നത്. BR മൈനസിന് മാറ്റി OH വരും, SN1 റിയാക്ഷൻ ആയിരിക്കും. അടുത്തത് നോക്ക്, C6H5CH2Br ഉണ്ട്. ഇതിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അക്വസ് NaOH വെച്ചിട്ട് തന്നെയാണ്. അക്വസ് NaOH ആണ് വെക്കുന്നതെങ്കിൽ പോളാർ പ്രോട്ടിക് മീഡിയ ആണ്. അപ്പോൾ അത് SN1 റിയാക്ഷൻ ആയിരിക്കും. BR മാറ്റിയിട്ട് അവിടെ എന്ത് വരും? OH മൈനസ് വരും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കേ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ SN2 മെക്കാനിസം. SN2 മെക്കാനിസം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ ആണ്. ഇത് സെക്കൻഡ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം the rate of a reaction depends on the concentration of the nucleophile and substrate. Order of a reaction എന്നാണ് sum of the powers of the concentration term raised in rate law equation ആണ്. 1 + 1 = 2. Therefore it behave as a second order reaction. ഇനി intermediate is a transition state. ഇതിൻ്റെ intermediate transition state ആണ്. ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് ഇതിൽ പോസിബിൾ ആവുന്നത്. ഞാൻ റിയാക്ഷൻ വൈസ് കാണിക്കാം. ഇങ്ങനൊരു കോമ്പൗണ്ട് എടുത്തു, CH3Br. ഇതിലേക്കൊരു ന്യൂക്ലിയോഫൈൽ ബാക്കിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്ക്, ഈ BR ബോണ്ട് സ്ട്രെങ്ത് കുറയുകയും ന്യൂക്ലിയോഫൈലിൻ്റെ ബോണ്ട് ജസ്റ്റ് ഫോം ചെയ്ത് തുടങ്ങുകയും ചെയ്യും. ഇനി ആഫ്റ്റർ അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ BR ഇവിടുന്ന് റിമൂവ് ചെയ്യുകയും ന്യൂക്ലിയോഫൈലും കാർബണും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. അപ്പോൾ നോക്ക്, ഇതിൻ്റെ ഒരു ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. സ്റ്റീരിയോ കെമിക്കലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷണൽ ഇൻവേർഷൻ നടന്നിട്ടുണ്ട്. നേരത്തെ BR ഈ സൈഡിലേക്കല്ലായിരുന്നോ? അപ്പോൾ ന്യൂക്ലിയോഫൈൽ ഈ സൈഡിലേക്കല്ലേ അറ്റാച്ച് ചെയ്തത്. വാൾഡൻ ഇൻവേർഷൻ, അംബർല എഫക്റ്റ്, ബാക്ക് സൈഡ് അറ്റാക്ക്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാക്ക് സൈഡ് അറ്റാക്ക് വഴി കോൺഫിഗറേഷണൽ ഇൻവേർഷൻ നടക്കുന്നതിനാണ് നമ്മൾ വാൾഡൻ ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ SN2 വാൾഡൻ ഇൻവേർഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. നേരത്തെ പറഞ്ഞ ലാസ്റ്റ് അല്ല കേട്ടോ, ലാസ്റ്റ് ബട്ട് 1 ആയിരുന്നു. ഇതാണ് ശരിക്കും ലാസ്റ്റ്. വിച്ച് വൺ ഹാവ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ്? ഇതിൽ ഹയസ്റ്റ് ബോയിലിംഗ് പോയിൻറ്റ് ഉള്ളത് ഏത്? നമുക്ക് C2H5F, C2H5Cl, C2H5Br, C2H5I. ഈ C2H5 എല്ലാം സെയിമാണ്. പക്ഷേ ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ നോക്കണേ. ഇതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണ് നിങ്ങളോട് ചോദിച്ചത്. ബോയിലിംഗ് പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറാണ്. ഒന്ന് പൊളാരിറ്റി, മറ്റൊന്ന് മോളിക്കുലർ മാസ്, മറ്റൊന്ന് വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ 3ഉം കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. നിങ്ങൾ നോക്ക്, ഈ കോമ്പൗണ്ട് ഇവിടെ സെയിമാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ മാറ്റുള്ളത്. അതിൻ്റെ സൈസ് നോക്കുക. ഫ്ലൂറിൻ ചെറുതാണ്, ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ, ദാൻ ദാറ്റ് ഓഫ് ബ്രോമിൻ, ദാൻ ദാറ്റ് ഓഫ് അയഡിൻ. ഏറ്റവും കൂടുതൽ സൈസുള്ള, ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് അയഡിനാണ്. ഏറ്റവും കുറവ് സൈസും ഏറ്റവും കുറവ് മാസും ഉള്ളത് ഫ്ലൂറിനാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ പൊളാരിറ്റി ഉള്ളത്, മോർ ഇലക്ട്രോനെഗറ്റീവ് ആയത് ഫ്ലൂറിൻ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൊളാരിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ മോളിക്കുലർ മാസ് ഉള്ളത് ഏതാ? C2H5I ആണ്. അതുകൊണ്ട് തന്നെ വാണ്ടർവാൾ സർഫസ് ഏരിയ കൂടുമ്പോൾ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പോൾ ഏറ്റവും കൂടുതൽ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളതും CH3I ആണ്. 2 പോയിന്റുകൾ ഇതിനെ പിന്തുണക്കുന്നത് കൊണ്ട് വിച്ച് വൺ ഷോസ് ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? C2H5I. ഓക്കെ.